നമ്മള് കഴിഞ്ഞ ദിവസം 10-11 വാക്യങ്ങൾ വരെ അത് ചിന്തിച്ച് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം കുറച്ചുകൂടെ ഈ സമയത്ത് വിശദീകരിക്കുന്ന എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ രക്ഷയുടെ 3 ഘട്ടങ്ങളെ കുറിച്ച് സ്ഥിരമായിട്ട് പറയാറുണ്ട്. ഒന്നാമത്തേത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, രണ്ടാമത്തേത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, മൂന്നാമത്തേത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ. ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങളെ കുറിച്ച്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലും പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലും, അതിനെയാണ് ഈ ഭാഗങ്ങൾ അത് ഊന്നി പറയുന്ന കാര്യങ്ങൾ. 10-ാം വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമുക്ക് പാപക്ഷമയും നീതീകരണവും കിട്ടി, പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ആത്മാവിൽ പ്രവേശിച്ചു, ആത്മാവിലുള്ള നമ്മുടെ വീണ്ടെടുപ്പ് നടന്നു. അതിനുശേഷം പിന്നീട് പറയുന്നത്, നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഒന്നാമത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവന്റെ രക്തത്താല് നമുക്ക് വിടുതൽ കിട്ടുന്നു, മരണത്തിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്നു. രണ്ടാമത് ഈ പാപത്തിന്റെ ശക്തി എന്നുള്ള വിടുതല് നമുക്ക് യേശുക്രിസ്തുവിന്റെ ജീവനാലാണ് ലഭിക്കുന്നത്. അതിനെ വേറെ തരത്തിൽ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അങ്ങനെ 3 തരത്തിലും പറയാറുണ്ട്. അതില് 1 പത്രോസ് 2:2 നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വചനമാണ് രക്ഷയ്ക്കായി വളരുവാൻ. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്തിന് പ്രിയരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മളെ അങ്ങനെ ദൈവം വീണ്ടും ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം നമ്മൾ അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലുള്ള വീണ്ടെടുപ്പ് മാത്രം പോരാ, നമ്മുടെ ദേഹിയിലും ശരീരത്തിലുള്ള വീണ്ടെടുപ്പ് നടക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരായിത്തീരുന്നത്. നമുക്കറിയാം, മണ്ണിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആത്മാവിനെ ആക്കി. പാപനിമിത്തം ആത്മാവാ മരിച്ചുപോയത്. വീണ്ടും ജനനത്തിൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്ന് വീണ്ടും നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നു. ആ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നു. ഇനിയും അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മൾ അങ്ങനെ വീണ്ടും ജനിച്ചു, വീണ്ടെടുക്കപ്പെട്ടു. ഇനിയും നമുക്ക് മരണത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവൻ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും രക്ഷിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കുന്നു. പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നത്തെ സഭകളിലുള്ള ഒരു അപകടം, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യത്തിൽ ആൾക്കാർ തൃപ്തരായിരിക്കുക. പക്ഷെ നമ്മളെ എന്തിനാ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് കർത്താവ് തന്റെ വാക്കുകളിൽ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഗുരുവിനോളം ആകാനായിട്ടാണ്. അപ്പൊ ആ ഒരു പ്രക്രിയയെ കുറിച്ച് റോമർ 8:28 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. റോമർ 8:28 29, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിയാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുന്നേമിച്ചിരിക്കുന്നു. മുന്നേമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുവരിക്കുന്നു. ഈ തേജസ്കരണത്തിന്റെ ഘട്ടത്തിലാണ് നമ്മുടെ ആത്മാവിലുള്ള ദേഹിയിലുള്ള വീണ്ടെടുപ്പ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പൂർണ്ണ ബോധ്യമുള്ളവരല്ലെങ്കിൽ സാത്താൻ നമ്മളെ ഇട്ട് കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. 1 പത്രോസ് 2:2 രക്ഷയ്ക്കായി വളരുക എന്ന് പറയുന്നു. ഫിലിപ്പിയർ 2:12 നമ്മളിങ്ങനെ വായിക്കുന്ന, ആകയാൽ ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ എന്ത് പ്രവർത്തിക്കാനാണുള്ളത്? അപ്പൊ നമ്മുടെ ഭാഗത്ത് നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭയത്തോടും വിറയലോടും കൂടി രക്ഷയ്ക്കായി പ്രവർത്തിപ്പിന്ന് ഫിലിപ്പിയർ 2:12 പറയുന്നു. എബ്രായർ 7:25 അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അവിടെ വായിക്കുന്ന, എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. അപ്പൊ വീണ്ടും ജനിച്ച് വീണ്ടെടുക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം
വീണ്ടും ഇവിടെ പറയുന്ന ഒരു പദപ്രയോഗം പൂർണ്ണമായി രക്ഷിക്കുക എന്നുള്ളതാണ്. അതാ 1 Thessalonians 5:18 നമ്മൾ വായിക്കും, നിങ്ങളുടെ ആത്മാവും ദേഹിയും പ്രാണനും അനിന്യമായി വെളിപ്പെടും തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത. നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ദൈവിക പൂർണ്ണതയിലേക്ക് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാൻ. ആ സകലത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ആത്മാവിൽ മാത്രമല്ല, ദേഹിയിലും ദേഹത്തിലും ആ ഒരു വളർച്ചയുടെ ആവശ്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ 2 Corinthians 5:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന്. ഈ ദൈവിക ജീവൻ നമ്മളിലുള്ള മർത്യമായതിനെ നീക്കിക്കളയുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത്. അതുപോലെ തന്നെ റോമർ 8:13 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6:63 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആ വചനങ്ങൾ, അതുകൊണ്ടാണ് 1 Petrus 2:2 പറയുന്നത്, വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പൊ ആ വചനം നമ്മൾ ഏതളവിൽ അനുസരിക്കുന്നോ ആ അളവിലാണ് നമ്മുടെ ആത്മീയ വളർച്ച സംഭവിക്കുന്നത്. നമ്മുടെ പോഷണം, അകത്തെ മനുഷ്യന്റെ പോഷണം ദൈവവചനം മാത്രം. പരിശുദ്ധാത്മാവും ദൈവവചനം കൂടെയാണ് നമ്മുടെ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. ഈ 2ാമത്തെ ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പാണ്. അവിടെയാണ് റോമർ 12:1-2 വാക്യങ്ങൾ പ്രസക്തമാകുന്നത്. ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും, അപ്പൊ ജീവൻ എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പരീക്ഷകളിൽ നമ്മൾ ആത്മശക്തിയാൽ ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയും നമ്മുടെ ഇഷ്ടത്തോട് ഇല്ലാന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് നമ്മളിൽ ഈ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങുന്നത്. അല്ലെ, വചനം അനുസരിക്കുന്ന വഴിയാണ് ഈ ജീവൻ നമ്മളിൽ വ്യാപരിച്ചിട്ട് നമ്മുടെ ദേഹിയിൽ ഒരു പുതുക്കം വരുന്നത്. നമ്മുടെ ദേഹിയിൽ അല്ലെങ്കിൽ മനസ്സിൽ പുതുക്കം വരുന്നില്ലെങ്കിൽ നമ്മൾ അന്ധരായ ഒരു മനുഷ്യനെ പോലാണ്. അന്ധനെ സംബന്ധിച്ച് ഉള്ളില് അവന് ജീവനും കാര്യങ്ങൾ ഗ്രഹിക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിലും ബാഹ്യമായിട്ട് അവന്റെ കണ്ണുകൊണ്ട് അവനതൊന്നും കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നത് നമ്മൾ ആത്മാവിന്റെ നിറവിൽ ജീവിക്കുമ്പോഴാണ്. എഫേസ്യർ 1:17 നമ്മുടെ യേശുക്രിസ്തു ദൈവപിതാവായവൻ നമുക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. അപ്പൊ ഈ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മളിൽ അങ്ങനത്തെ ഒരു പ്രക്രിയ നടന്നുകൊണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മൾ വീണ്ടും ജനിക്കുമ്പം ആത്മാവിൽ വീണ്ടും ജനിക്കുന്നെങ്കിലും നമ്മുടെ ആത്മാവിൽ ശക്തരല്ല. അതുകൊണ്ടാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന്. നമ്മുടെ ഈ അകത്തെ മനുഷ്യൻ വചനമാകുന്ന പാല് കുടിച്ചാണ് ശക്തനാകുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കാൻ ആത്മാവിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നിടത്താണ് നമ്മുടെ ആത്മീയ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങുന്നത്. നമുക്കറിയാം, കാറ്റും കോളും പരീക്ഷകളൊക്കെ വരുമ്പോൾ നമ്മൾ പുറമേ അല്ല വീഴുന്നത്, അകമയാ വീഴുന്നത്. കോപിക്കുമ്പോൾ നമ്മൾ അകമയാ വീഴുന്നത്. അകമേ വീണതിന്റെ ഫലമായിട്ടാണ് ഈ കോപം പുറത്തേക്ക് വന്നിട്ട് അത് മറ്റുള്ളവരുടെ മേലെ ചൊരിയാനിടയായി തീരുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ തള്ളൽ, ഈ കാറ്റും തിരമാലയൊക്കെ വരുമ്പോൾ അത് നിൽക്കാനിടയായിത്തീരും. സാദൃശ്യവാക്യങ്ങള് 10-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. സാദൃശ്യവാക്യം 10 ഇതിന്റെ 30-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ഇവിടെ കുലുങ്ങി പോവാന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റേബ്ഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അസ്വസ്ഥപ്പെടത്തില്ല. അപ്പൊ നമ്മുടെ ആന്തരിക മനുഷ്യൻ സ്വസ്ഥതയിൽ ജീവിക്കുന്ന അളവിലാണ് നമ്മളിൽ നിന്ന് സ്വസ്ഥതയുടെ ഒരു പ്രവൃത്തി പുറത്തേക്ക് വരുന്നത്.
നമ്മൾ അസ്വസ്ഥപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ അകത്തെ മനുഷ്യനിൽ നമ്മൾ ബലഹീനരായിരിക്കുന്നതുകൊണ്ടാണ്. ദൈവവചനം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മളെ ശക്തിയോടെ ബലപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വചനത്തിനായുള്ള ഒരു ദാഹം വേണം. ഈ ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ തലത്തിൽ ഈ പുതുക്കം തരുന്നത് ദൈവവചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധനയിട്ടൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്ന 1 പത്രോസ് 2:2 പറഞ്ഞിരിക്കുന്ന വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. യോഹന്നാൻ 7 കർത്താവ് പറഞ്ഞു, ഇച്ഛിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം, നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണേലും നമ്മുടെ ആത്മാവിന് ശക്തിപ്പെടുന്നവരല്ലാത്തത് കൊണ്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് വചനത്തിനായിട്ട് ഉള്ള ഒരു പോരാട്ടം നടത്തേണ്ട ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കത് നമ്മുടെ ദേഹി ഇതിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്താലേ നമുക്ക് ദേഹിയിൽ പുതുക്കം വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ദൈവവചനത്തിന്റെ വായനയ്ക്കും ധ്യാനത്തിനുമായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കത്തില്ല, ഒരു ഫലം ഉണ്ടാവത്തില്ല. നമ്മൾ വീണ്ടും ജനിച്ചവരാണെന്ന് പറഞ്ഞാലും അല്ലേ, നമ്മളെ നോക്കിയിട്ട് പറയൂ ഇവനാണോ ബന്ധക്കോസുകാരനാണ് അല്ലെങ്കിൽ ആത്മീയനാണെന്നൊക്കെ പറയുന്നത്. ഇവന്റെ പ്രവൃത്തിയും മറ്റുള്ളവർ പ്രവൃത്തിയും തമ്മിലൊരു വ്യത്യാസമില്ലല്ലോ. അവരും കോപിക്കും, ഇവനും കോപിക്കും. അവരും മോഹിക്കും, ഇവരും മോഹിക്കും. അവനും പരാതി പറയും, ഇവരും പരാതി പറയും. അവനും ധനമോഹമുള്ളവനാണ്, ഇവരും ധനമോഹമുള്ളവർ. പിന്നെന്താ വ്യത്യാസം? അപ്പൊ ലോകമനുഷ്യൻ വളരെ പെട്ടെന്ന് നമ്മളെ വിധിക്കും ആ തലത്തിൽ. കാരണം അവർക്ക് അവരെ കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങളങ്ങനെ ഭക്തരൊന്നുമല്ല, ഞങ്ങൾ പാപത്തിലൊക്കെ ജീവിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ അവകാശവാദം അങ്ങനെ അല്ലല്ലോ. നിങ്ങളും പോലെ പലരും പറയാറില്ലേ, 2 വസ്ത്രമുള്ള ഒന്ന് മറ്റൊന്നിന് കൊടുക്കാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സാധാരണ പലരും ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തർക്കം വരുമ്പോ. അപ്പൊ അവര് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അവർ പറയും ശരിയാ, നീ പറഞ്ഞതൊക്കെ ശരിയാ, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ നമ്മളത് അംഗീകരിക്കാത്തപ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തില്. അപ്പം ശരിക്കും നമ്മള് വളരും തോറും ശേഷം മനുഷ്യരും നമ്മളും തമ്മില് തിരിച്ചറിയാവുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഇപ്പം രക്ഷിക്കപ്പെടാത്ത അല്ലെ നാമോദയ വിശ്വാസികളായവരോടുള്ള ബന്ധത്തിൽ അവരുടെ കുടുംബങ്ങളിലെ ഒച്ചപ്പാടും ബഹളവും പിണക്കങ്ങളും കയ്പും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരും ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ഈ പറയുന്ന ഉപദേശമൊക്കെ കേട്ട് നമ്മളെ പ്രതീക്ഷയാണ് നോക്കുന്നത്. ഇവരങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്? അവർക്കൊരാഗ്രഹം ഉള്ളിലുണ്ടാവും, അങ്ങനെയൊക്കെ വേണം. നമുക്കറിയാം നമ്മുടെ എല്ലാ ഉള്ളിലും അങ്ങനെ ആഗ്രഹം, ഈ വഴക്കുണ്ടാക്കാനും പിണങ്ങാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം നമ്മൾ അങ്ങനെ വീണു പോവുക. അങ്ങനെ വീഴുന്ന എല്ലാവരും പ്രതീക്ഷയോടെ നമ്മളെ നോക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ വീട്ടിൽ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായി അവരുടെ അടുത്ത് ഇങ്ങനെ വിശ്വാസി എന്ന് പറയുന്ന ഒരാളെ താമസിക്കുന്നെങ്കിൽ ഒരു ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിക്കും, ഇവരുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടോ? അവിടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെയാണോ ഉള്ളത്, അതോ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ഈ പ്രശ്നങ്ങളാണോ ഉള്ളത്? ചിലർ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്, കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല. പക്ഷെ അവരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു മാതൃക കാണാൻ കഴിയുന്നില്ല. അപ്പൊ അവര് നാമോദയ ക്രൈസ്തവരാണെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അവര് പറയുന്ന ഒന്നും സാധ്യമല്ല. പ്രത്യേകിച്ച് ഈ കത്തോലിക്ക, യാക്കോബായ അങ്ങനെയുള്ള സഭകളിലുള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് വചനം മാത്രമല്ല ചില പാരമ്പര്യങ്ങളും കൂടെ ഉണ്ട്, ഞങ്ങൾ അതിനാ പ്രാമുഖ്യം കൊടുക്കുന്നത്, വചനത്തിനല്ല. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ വചനത്തിനാണ് 1-ാം സ്ഥാനം കൊടുക്കുന്നത്. ഒരു ആചാരങ്ങളോ മറ്റൊന്നും നമ്മൾ നോക്കുന്നില്ല, നമ്മൾ അതിനൊന്നും വില കൊടുക്കുന്നില്ല, വചനത്തിനാണ്. അവർ പ്രതീക്ഷയോടെ നമ്മളെ നോക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിക്കുന്നുണ്ട്. അപ്പൊ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു വെല്ലുവിളിയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ഈ നിലയിലുള്ള ഒരു പ്രോഗ്രസ് ദൈവം പ്രതീക്ഷിക്കുന്നു, മറ്റുള്ളവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ദേഹിയിലുള്ള വീണ്ടെടുപ്പിന്റെ തലത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി നമ്മൾ വചനം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ നാവ് നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങും. അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞ്, ഒരുവൻ തന്റെ നാവിനെ നിയന്ത്രിക്കാതെ താൻ ഭക്തനെ നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം
അതിന്റെ 26-ാം വാക്യം, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പൊ പ്രാഥമികമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ഒരു കാര്യം, നാവിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തിയും അതിനാലുള്ളൊരു ദാഹവുമായിരിക്കും. കാരണം മിക്കപ്പോഴും നമുക്ക് പാപത്തിന് കാരണമാകുന്നത് നമ്മുടെ നാവാണ്. സർവശക്തി നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ വായ നിനക്ക് പാപത്തിന് കാരണമായി തീരരുത്. അപ്പൊ നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള പ്രക്രിയ ദൈവാത്മാവ് നമ്മൾ ചെയ്യുമ്പോൾ ഈ നാവിനെ നിയന്ത്രിക്കാൻ നമ്മളെ ശക്തരാക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ച ഒരാളെ ദൈവാത്മാവിനാൽ നിറയ്ക്കുന്നു. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ 9-ാമത്തെ പറഞ്ഞിരിക്കുന്ന സ്വയം നിയന്ത്രണം, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവയവങ്ങളെ, ഇന്ദ്രിയം എന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് അതിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന നാവാണ്. അല്ലെ, നമ്മൾ വായ പൂട്ടിയിരുന്നാൽ ഒരു പോഷനെ പോലും ജ്ഞാനിയെന്ന് എണ്ണുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അതുകൊണ്ട് പറയും നിങ്ങളുടെ വായി നാകാത്തൊന്നും പുറപ്പെടരുത്. അപ്പൊ നമ്മള് യാക്കോബസൻ തുടർന്ന് പറയുന്നു, ഒരുവൻ തന്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണെങ്കിൽ തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്. അതിന്റെ ലക്ഷണം, അവൻ നാവിനെ നിയന്ത്രിക്കുന്ന ഒരുവനാണെങ്കിൽ അവൻ അവന്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് കാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് പ്രാഥമികം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പാപം എല്ലാം മിക്കവാറും പുറത്തോട്ട് വരുന്നത് ഒന്നാമത് ഈ നാവിലൂടെയാണ്, രണ്ടാമത് കണ്ണിലൂടെയാണ്. പുറത്തേക്ക് വരുന്ന കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ നോട്ടം കൊണ്ടും സംസാരം കൊണ്ടുമാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ പാപം ചെയ്യാറുള്ളത്. അപ്പൊ ഈ ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ തലത്തിൽ ഈ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാ 10-ാം വാക്യത്തിന്റെ 5 റോമർ 5:10 2-ാം ഭാഗത്ത് പറഞ്ഞ്, അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ വീണ്ടും ഒരു രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ രക്ഷിക്കപ്പെടൽ എന്ന് പറയുന്നതാണ് ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ തലത്തിൽ നമ്മളിൽ സംഭവിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ച് 5:17 പറയുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതുപോലെ തന്നെ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന അതിന്റെ 5-ാമത്തെ വാക്യം 4-ന്റെ അവസാന ഭാഗത്താണ്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. മറ്റേ നമ്മൾ നടന്ന മരണത്തിലായിരുന്നു. നമ്മുടെ അവയവങ്ങളിൽ നിന്ന് മരണത്തിന്റെ ഫലങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ വീണ്ടും ജനനത്തിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച്, നമ്മുടെ ഏതെങ്കിലും ഒരു ആന്തരിക അവയവത്തിൽ ക്യാൻസർ കണ്ടെത്തുന്നു, അപ്പൊ പ്രാഥമികമായിട്ട് ചെയ്യുന്നൊരു കാര്യം ആ ഭാഗം ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യും. രണ്ടാമത് ചെയ്യുന്നത് തുടർന്ന് കീമോ ചെയ്യുക. അപ്പൊ കീമോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ അവശേഷിക്കുന്ന അണുക്കളെ നശിപ്പിക്കുന്ന പ്രക്രിയ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആത്മാവിന് വീണ്ടും ജനിച്ചു. രണ്ടാമത്തെ ഘട്ടം നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പായതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവനം ചെയ്യുന്നൊരു കാര്യം ഈ ദേഹിയെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ചിന്തകളെ, മനോഭാവങ്ങളെ, ലക്ഷ്യങ്ങളെ, ഉദ്ദേശങ്ങളെ, ആഗ്രഹങ്ങളെ. നമ്മൾ ഒരു പാപിയായിട്ട് ജീവിക്കുമ്പം ലോകമാണ് നമുക്ക് ആഗ്രഹമായിട്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പം നമ്മുടെ ആഗ്രഹം എന്തായിട്ടാ തീരുന്നത്? സങ്കീർത്തനക്കാരൻ 73-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഈ ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് 2 കൊരിന്ത്യർ 11 അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു പറഞ്ഞ ക്രിസ്തു. അതവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇല്ല, അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ, ഒരു കന്യകയുടെ ചിന്തകളിൽ എപ്പോഴും ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ പുരുഷനായിരിക്കും ഉണ്ടായിരിക്കുക, മറ്റൊരു പുരുഷനും അവിടെ ഇടയില്ല. എപ്പോഴും അവളുടെ ചിന്തകള് ആ പുരുഷനെ കുറിച്ചായിരിക്കും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, അല്ലെങ്കിൽ ക്രിസ്തു അതീതമായി
മറ്റെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്? നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, നിദ്രാമോഹം, സുഖജീവിതം എന്നിവയിൽ നിന്നെന്നെയും ക്രിസ്തുവിൻ വിടുവിച്ച് ചേർത്തിതാ തൻ ശരീരമാം സഭയിൽ. അവിടെ പറഞ്ഞ നിദ്രാമോഹവും സുഖജീവിതമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ കഷ്ടവും പട്ടിണിയും ഉപദ്രവവും നഗ്നതയും ആപത്തും, അപ്പൊ കർത്താവിനെ അറിഞ്ഞ ഒരാള്, കർത്താവിനെ ആഗ്രഹിക്കുന്ന ഒരാള് എപ്പോഴും ആ ഒരു തലത്തിലായിരിക്കും ജീവിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ ക്രിസ്തു നിമിത്തം ബുദ്ധിമുട്ട് ഉപദ്രവം ഇതെല്ലാം സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഴുവൻ ഹൃദയവും ആഗ്രഹവും ക്രിസ്തു ആയിരിക്കും. മറ്റെല്ലാത്തിനും 2ാം സ്ഥാനമേ ഉള്ളൂ. എല്ലാത്തിനും അല്ലെ, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കോ വീടോ സമ്പത്തോ സ്വന്തം ജീവനോ എല്ലാത്തിനും പിന്നെ ഒരു സ്ഥാനമേ ഉള്ളൂ. 1ാം സ്ഥാനം എപ്പോഴും കർത്താവിനായിരിക്കും. അല്ലെ, നമ്മള് ആ നിലയിൽ പോകുന്ന, അല്ലെങ്കിൽ ഒരു പ്രേമബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന 2 പേരോടുള്ള ബന്ധത്തിൽ ഊണും ഉറക്കവും എല്ലാം അവരെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. ഉണരുമ്പോ ആദ്യത്തെ ചിന്ത അവരെ കുറിച്ചായിരിക്കും, ഏകാഗ്രതയുള്ള ഒരാളാണെങ്കിൽ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയും ഉള്ളിൽ കർത്താവിനോടുള്ള ഒരു താല്പര്യം വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ, കൂടി വരുന്നില്ലെങ്കിൽ, അത് കാണിക്കുന്നത് നമ്മുടെ ദേഹിയുടെ തലത്തിലുള്ള വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ കാര്യമായ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഊണിലും ഉറക്കത്തിലും ചിന്തയിലും സംസാരത്തിലും വീണ്ടും ജനത്തിന് ആദ്യ പടികളിലൂടെ കടന്നുപോയ ഒരാൾക്ക് അത് അറിയാം, കർത്താവായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒത്തിരി പേരുടെ ഭക്തന്മാരുടെ ഭക്ത സ്ത്രീകളുടെ ഒക്കെ ചരിത്രം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി മാതാപിതാക്കള്, സഹോദര ബന്ധുമിത്രാദികൾ എല്ലാവരും ഉപേക്ഷിച്ചവര്, വീട് നഷ്ടപ്പെട്ടവര്, ഇബ്രാഹിമിൽ നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടിയിട്ട് ഒരു നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. അവർ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അപ്പൊ നമ്മൾ ഈ കർത്താവിനോടുള്ള ആ ഒരു ഏകാഗ്രത വർദ്ധിക്കുന്നത് നമ്മുടെ ഈ ദേഹിയുടെ തലത്തിലുള്ള ശുദ്ധീകരണം വർദ്ധിച്ചു വരുന്ന അളവിലാണ്. അല്ലെങ്കിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുന്ന അളവിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക അവബോധം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനോട് പ്രതികരിക്കാനായിട്ട് കഴിയത്തുള്ളൂ, മാനസാന്തരപ്പെടാൻ കഴിയത്തുള്ളൂ, നമ്മുടെ ചിന്തകൾ പുതുക്കപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മുടെ പഴയ ചിന്താഗതിയിലായിരിക്കും പോകുന്നത്, പഴയ മനോഭാവങ്ങളായിരിക്കും, പഴയ സ്വഭാവവിശേഷങ്ങളായിരിക്കും. പക്ഷെ ഈ ഒരു ദേഹിയുടെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ പ്രായോഗികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ശാഠ്യത്തിന്റെയൊക്കെ അളവ് കുറയാൻ തുടങ്ങും. അല്ലെ, നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ശാഠ്യം കാണും, ഭക്ഷണത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, പല കാര്യങ്ങളെക്കുറിച്ച്. പക്ഷെ നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ തലത്തിൽ വരുമ്പം ഈ ശാഠ്യങ്ങളൊക്കെ പുറകോട്ട് മാറുന്ന നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് വേണ്ടിയിട്ട് എല്ലാം വേണ്ടെന്ന് വെക്കാനും എല്ലാം ഉപേക്ഷിക്കാനും ഉള്ള ഒരു ആന്തരികമായ തള്ള് നമ്മളിന്ന് വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ നമുക്ക് നമ്മുടെ ഇഷ്ടം ചെയ്യാനുള്ള ഒരു തള്ള് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ആന്തരികമായ ഉണർവും ഉന്മേഷവും ആഗ്രഹവും താല്പര്യവും അത് വർദ്ധിച്ചു വരും നമുക്ക് കാണാൻ. പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സാഗ്രഹർ ഈ ദിവസങ്ങളിൽ ഊന്നി പറയാൻ, നമ്മൾ എല്ലാ ദിവസവും ആത്മാവിനാൽ നിറയപ്പെടണം. ഇന്നൊരു പുതിയ ദിവസത്ത് നമുക്ക് നിലനിൽക്കണമെന്നുണ്ട്, ഒരു പുതിയ നിറവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഇല്ലേ, സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, കർത്താവിനോടുള്ള ആ ഭക്തി എന്ന് പറയുന്നത് ചില ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും ഒതുങ്ങും, ജീവൻ ഉണ്ടാകത്തില്ല, സജീവത്തുള്ളതായിരിക്കത്തില്ല. അല്ലേ, ഒരു വരച്ചു വെച്ച ഒരു തീജ്വാല പോലെ ഇരിക്കും. അതിന് ചൂടും വെളിച്ചും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ തീയാണേല് അതിന് ചൂടുണ്ട്, വെളിച്ചമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവിക ജീവൻ നമ്മളിൽ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ വായിച്ച അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന്, കോപത്തിൽ നിന്നും, അല്ലെങ്കിൽ ജഡത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്ന്, ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന്
കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മുമ്പോട്ട് പോകും തോറും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ സമാധാനം വർദ്ധിക്കാൻ തുടങ്ങും. അതിന്റെ അടുത്ത സ്റ്റെപ്പ് സഭയില് സമാധാനം വർദ്ധിക്കാൻ തുടങ്ങും, കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങും, സഭയിലും സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങും. അത് കൂടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മുടെ ചിന്തകളില് കർത്താവുള്ള പോലെ തന്നെ നമ്മള് യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയല്ലോ, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് ഞാൻ കണ്ടെത്തിയൊരു കാര്യം, നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും നമ്മുടെ ആ ഒരു ന്യായപ്രമാണത്തിന്റെ ആത്മാവുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സഹോദരൻ പറയായിരുന്നു, ഇതുവരെ അപ്പനും അമ്മയും ഒന്നും ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എന്നെ കാണാൻ തുടങ്ങിയില്ല, ഇപ്പോഴും അവർക്ക് ഞാനൊരു മകനാ, അതുകൊണ്ട് എന്നോട് ഇടപെടുന്നതെല്ലാം ആ നിലയില. പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് വളരുന്നവരാണല്ലേ, നമ്മൾ അവരെ ക്രിസ്തുവിലുള്ള സഹോദരൻ എണ്ണാൻ തുടങ്ങും. പൗലോസ് ഭാഗത്ത് പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. നമ്മൾ ക്രിസ്തീയ ആ ഒരു ആത്മാവിൽ വർദ്ധിക്കും തോറും നമ്മൾ ആത്മാവിലുള്ള ഒരു ബന്ധത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് മകനാണേലും മകളാണേലും അപ്പനാണേലും അമ്മയാണേലും നമ്മൾ ഒന്നാമത് അവരെ കാണുന്ന ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരായിട്ടായിരിക്കും. അന്നേരം നമുക്ക് അവരെ ബഹുമാനിക്കാനും ആദരിക്കാനൊക്കെ കഴിയത്തുള്ളൂ. ഇല്ലേ നമ്മളെങ്ങനെ? അപ്പൊ അത് ബ്രദർ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ പറയാൻ കാര്യം, അപ്പൻ പുള്ളിയോട് പറഞ്ഞു, നീ എന്നെ പണി പോയി നോക്കടാന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പൻ തന്നെ പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ തോന്നി, ഞാൻ ശരിയാണോ പറഞ്ഞത്, അപ്പൊ ക്ഷമ ചോദിക്കണമെന്നൊക്കെ തോന്നി. പിന്നെ എനിക്ക് ക്ഷമ ചോദിക്കാൻ ഒരു മടി. മോനല്ലേ, മോനോട് അങ്ങനെ ക്ഷമ ചോദിക്കുന്നത്? കാരണം നമ്മൾ ജഡപ്രകാരം എപ്പോഴും പോകുന്നത്. ആത്മപ്രകാരമാണെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു തലത്തിലേക്ക് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ സഹോദരനെ ദുഷിച്ചു, സഹോദരനോട് നിസാരാന്ന് പറഞ്ഞെന്നുള്ളതില്ലേ യാഥാർത്ഥ്യം. നമ്മൾ ആത്മീയ ബന്ധത്തിൽ വർദ്ധിച്ചു വരുന്നിടത്ത്, ഈ പുതുക്കം വരുന്നിടത്ത് നമ്മളതിനെ അങ്ങനെ കാണാൻ തുടങ്ങും. നമ്മളതിന് പരിഹാരം വരുത്തി കഴിഞ്ഞാലേ നമുക്ക് സ്വസ്ഥത വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജഡത്തിന്റെ തലത്തിലാണ് നിൽക്കുന്നത്. ഓ, ഞാൻ അപ്പനല്ലേ, അങ്ങനെ പറഞ്ഞ എന്നാ കുഴപ്പം, പിന്നെ മോനല്ലേ, അവനോട് ക്ഷമ ചോദിച്ചില്ലേ എന്നാ കുഴപ്പം. പക്ഷെ ദൈവജനം പറയുന്നത് പഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കണമെന്നാണ്. പലപ്പോഴും നമ്മൾ ഈ ആന്തരികമായിട്ട് ആത്മീയമായിട്ട് വളരാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള തലങ്ങളിൽ പരിശുദ്ധാത്മാവിന് നമുക്കൊരു വെളിച്ചം നൽകാൻ കഴിയുന്നില്ല. നമ്മൾ റെസിസ്റ്റ് ചെയ്യുക, പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തോട് അനുസരണം കാണിക്കാതിരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ കെടുക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത്. ആത്മാവിനെ കുറിച്ച് നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വളരെ ഡീസന്റ് ആണ്. 2-3 പ്രാവശ്യമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മൾ പിന്നെ അത് അവഗണിക്കുകയാണ്, ആ ഓർമ്മപ്പെടുത്തൽ നിൽക്കും. പിന്നെ നമ്മൾ തന്നെ എവിടെയാണ് വീണെന്ന് കണ്ടെത്തി ദുഃഖിച്ച് കരഞ്ഞ് തിരിച്ചു ചെല്ലുന്നിടത്ത് മുന്നോട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വേറെ ദൈവത്തെ ഇങ്ങനെ വായിക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എപ്പോഴാണ് ദുഃഖിപ്പിക്കുന്നത്? ഈ അനുസരണക്കേട് കാണിക്കുമ്പോഴാണ്. അനുസരണക്കേട് കാണിക്കുന്തോറും ആത്മാവിന് ദുഃഖം ഉണ്ടാകുക ചെയ്യുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾക്ക് പുതുക്കം വരാത്തത് കൊണ്ട് നമ്മൾ അതിനെ തെറ്റായിട്ട് കാണുന്നില്ല, പാവമായിട്ട് കാണുന്നില്ല, നമ്മൾ അതിനെ അവഗണിക്കുക ചെയ്യുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് പുതുക്കം തരുന്തോറും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വളരെയേറെ വ്യത്യാസം വരും. നമ്മുടെ രക്തബന്ധത്തിലുള്ളവരാണെങ്കിൽ പോലും ക്രിസ്തുവിൽ സഹോദര സഹോദരന്മാരെന്ന് കാണുകയും ആ നിലയിൽ അല്ലെ നമ്മൾ പറയുന്ന സൗരവർഗത്തെ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളാനാ പറഞ്ഞിരിക്കും, മുന്നിട്ട് നിൽക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്താഗതി വരുന്നത് ഇത് മോനല്ലേ, അപ്പം പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിന്റെ കാരണം പരിശുദ്ധാത്മ നമ്മൾ പുതുക്കാത്തത് കൊണ്ടാണ്. പുതുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും ക്രിസ്തുവിൽ സഹോദരന്മാരായിട്ട് കാണുകയും ആ നിലയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഈ പറഞ്ഞ പോലെ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ വരുന്നിടത്ത് ക്രമപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഈ ഒരു പ്രക്രിയയാണ് നമ്മളെ ലോകത്തിന്റെ വെളിച്ചമാക്കി തീർക്കുന്നതും ഉപ്പാക്കി തീർക്കുന്നതും. ഈ ദേഹിയിലുള്ള വീണ്ടെടുപ്പിലാണ് ആ കാര്യങ്ങൾ നമ്മൾ സംഭവിക്കുന്നത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകള് കൃപയോട് കൂടിയതാകും, ഉപ്പിനാൽ രുചി വരുത്തുന്നതാകും, കേൾക്കുന്നവർക്ക് ആത്മീയ വർധന വരുത്തുന്നതായിരിക്കും. ഈ ദേഹിയിലുള്ള വീണ്ടെടുപ്പിൽ ആ പുതുക്കത്തിലാണ് ആ നിലയിലുള്ള പ്രക്രിയകൾ നമ്മളിൽ നടക്കുന്നത്. അങ്ങനെ ദേഹിയിൽ അങ്ങനത്തെ ഒരു പുതുക്കം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങും. നമുക്കറിയാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള ആ മനുഷ്യന്റെ ഇഷ്ടങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്നേഹമാണെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കും,
വെറുപ്പാണെങ്കിൽ വെറുപ്പ് പ്രകടിപ്പിക്കും. അല്ലേ? നമ്മൾ സ്നേഹമുള്ള ഒരാളെ കാണുമ്പോൾ ചിരിക്കും, കൈയൊക്കെ കൊടുക്കും. ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പം പയ്യെ തിരിഞ്ഞിരിക്കും, കൈയൊന്നും കൊടുക്കത്തില്ല. അപ്പൊ ഈ ദേഹം എന്ന് പറയുന്നത് ഉള്ളിലുള്ള മനുഷ്യന്റെ ഇച്ഛകളെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. അപ്പൊ നമ്മുടെ ദേഹിയിൽ പുതുക്കം വന്നു കഴിയുമ്പോൾ, ദൈവേഷ്ടത്താൽ നമ്മൾ പുതുക്കപ്പെടുമ്പോൾ ആ ഇഷ്ടം നമ്മുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അന്നേരം നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാൻ തുടങ്ങും, നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നത്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ബാഹ്യമായിട്ടും അത് ചെയ്യാൻ കഴിയും, പക്ഷെ അതിന് ആയുസ് ഉണ്ടാവത്തില്ല. 1-2 പേരോടൊക്കെ കഴിഞ്ഞ് മൂന്നാമതൊരാൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഉള്ളിൽ പുതുക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ശത്രുക്കൾ വന്നാലും നമ്മൾ അവരോട് സ്നേഹിക്കും. എത്ര പേര് നമ്മളെ കുറിച്ച് ദൂഷണം പറഞ്ഞാലും നമ്മൾ അവരെ വെറുക്കത്തില്ല, കൈപ്പോട്ട് നിൽക്കത്തില്ല. നമ്മൾ അവരോട് ക്ഷമിക്കും, കരുണ കാണിക്കും, അവരുടെ ദോഷം കണക്കെടുത്തില്ല. ഈ ഒരു പ്രക്രിയയോടുള്ള ബന്ധത്തിലാണ് സാത്താൻ പലപ്പോഴും നമ്മുടെ കണ്ണുകളെ അന്ധമാക്കി കളയുന്നത്. ഞാൻ ക്രിസ്തീയ ലോകത്ത് കണ്ട ഒരു പ്രധാന കാരണം അതാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ലോകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഇവരതിന്റെ ഗതി തിരിച്ചു വിടും. അപ്പൊ ആത്മാവ് നമ്മളിൽ വന്ന് ചെയ്യുന്ന ഒരു പ്രക്രിയ, ഈ പുതുക്കുന്ന പ്രക്രിയ. പക്ഷെ നമുക്കറിയാം മറ്റു സഭകളില് ആത്മനിറവിന്റെ അടയാളമായിട്ട് പറയുന്നത് എന്താ? അന്യഭാഷ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13 തുടങ്ങുമ്പോൾ, ഞാൻ മനുഷ്യരെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല. അപ്പൊ ശരിക്കും പരിശുദ്ധാത്മാവിനെ നമ്മൾ റോമലേഖനം 5-ാം അധ്യായം നമ്മളത് വായിച്ച 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആ സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നതാണ് ശരിക്കും ഈ ഫലം, ആത്മാവിന്റെ ഫലം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ദീർഘമായി ക്ഷമിക്കുന്ന, ദയ കാണിക്കുന്ന, ദോഷം കണക്കിടാത്ത, എല്ലാം വിശ്വസിക്കുന്ന, എല്ലാം പ്രത്യാശിക്കുന്ന, അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ചെല്ലുക. നമ്മൾ ദീർഘമായിട്ട് ക്ഷമിക്കുക. അവർ നമ്മളോട് തെറ്റ് ചെയ്യുന്നു, നമ്മൾ അവരോട് ക്ഷമിക്കുന്നു, വീണ്ടും അത് ചെയ്യുന്നു. കാരണം നമ്മളിൽ നിന്നത് മാത്രമേ വരത്തുള്ളൂ. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞില്ലേ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ എന്ന് പറയുന്ന 2 കൂട്ടരും ഞങ്ങളിൽ നിന്ന് മണക്കുന്നത് ക്രിസ്തുവിന്റെ സൗരഭ്യമാണ്, ആദാമിൻ്റെതല്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സൗരഭ്യം, അല്ലാത്തവരുടെ ഇടയിൽ ആദാമിന്റെ സൗരഭ്യമാണ് നമ്മൾ. അല്ലെ? നമ്മുടെ സഭയിലൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് നിയന്ത്രിച്ച് നമ്മുടെ നാവിനെ നിയന്ത്രിക്കും, കണ്ണിനെ നിയന്ത്രിക്കും ഒക്കെ ചെയ്യും. പക്ഷെ പുറം ലോകത്തൊക്കെ അയലോകക്കാരോടുള്ള ബന്ധത്തിലൊക്കെ വരുന്നിടത്തും നമ്മൾ പ്രസംഗിക്കുന്ന ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മുടെ ഫലം എങ്ങനെയാ വരുന്നത്? പ്രതികാരം ചെയ്യാനും തിരിച്ചടിക്കാനും ഉള്ള ആയുധമായിട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്ന നമ്മുടെ ഈ പുതുക്കം വന്നിട്ടില്ല, ആ ഒരു സത്യത്തെക്കുറിച്ചുള്ള വെളിച്ചം കിട്ടിയിട്ടില്ല. എന്നെ വീണ്ടും ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം ഞാൻ യേശുക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്താനാണ് എന്നുള്ള ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം എന്തൊരു വഞ്ചനയുടെ ആത്മാവിലാണ് ജീവിക്കുന്നത്. കുറെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കർത്താവുമായിട്ട് നല്ല രമ്യതയിലാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കർത്താവ് വരുമ്പോൾ ഞാൻ പോകുന്ന ചിന്തി. അന്നേരം ഉള്ളിൽ നിന്ന് ആത്മാവ് പറയും, അങ്ങനല്ല. നീ ശത്രുവിനോട് ശത്രുത മനോഭാവം ഉള്ളവനാണെങ്കിൽ, നീ ക്ഷമിക്കാത്തവനാണെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിനെ അവഗണിക്കുക ചെയ്യുന്നത്. അതിനെ അവഗണിക്കാനായിട്ട് ഇങ്ങനത്തെ കുറെ പ്രവൃത്തിയിൽ ഊന്നി കുറച്ച് ശബ്ദകോലാഹലമൊക്കെ ഉണ്ടാക്കി രക്ഷപ്പെടാനാ ശ്രമിക്കും. യഥാർത്ഥത്തിൽ ഈ ദേഹിയിലുള്ള വീണ്ടെടുപ്പിന്റെ തലം നമ്മളിൽ ആരംഭിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതിന്റെ പൂർത്തീകരണം കർത്താവിന്റെ വരെ നീണ്ടു നിൽക്കുന്ന കേട്ടോ. ഒറ്റയടിക്ക് തീരത്തില്ല. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ 1-ാം ക്ലാസ്സിൽ ചേർത്ത് ഒരു 10 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ 10-ാം ക്ലാസ്സിൽ ചെല്ലും എന്ന് പറഞ്ഞതുപോലെ നമ്മളും പടിപടിയായിട്ടാണ് ഈ പുതുക്കത്തിൽ നടക്കാനായിട്ട് തുടങ്ങുന്നത്. ജീവന്റെ പുതുക്കം. ഈ ജീവൻ നമ്മളിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളെ കാണുന്നവരൊക്കെ കർത്താവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവൻ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യ വെളിച്ചമായിരുന്നു പറഞ്ഞ പോലെ നമ്മളുമായിട്ട് കണ്ടുമുട്ടുകയും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവരിൽ ഒരു ജീവൻ അവർക്ക് കാണാൻ കഴിയും. അവരെ സ്പർശിക്കുന്ന, ഉണർത്തുന്ന, അവർക്ക് പാപബോധം കൊടുക്കുന്ന ഒരു ജീവൻ നമ്മളിത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ആരംഭിക്കും നമ്മുടെ കുടുംബങ്ങളിലാണ്. ഒന്നാമത് നമ്മുടെ കുടുംബങ്ങളിലാണ് അത് ആരംഭിക്കുന്നത്. ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്. അവർക്ക് നമ്മളെക്കുറിച്ച് പറയാൻ കഴിയണം, ഈ പുള്ളിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ല, ചാട്ടിക്കാരനും മർക്കടമുഷ്ടിയും അല്ലെ മുരടനും, നമ്മള് 2 ദിവസം വായിക്കുന്ന പോലെ ഉഗ്രന്മാരെ
പക്ഷെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ദൈവത്തിന്റെ വചനം നമ്മളില് ഒരു തകർച്ച ഉളവാക്കുന്നുണ്ട്, നുറുക്കം ഉളവാക്കുന്നുണ്ട്. കല്ലുപോലുള്ള നമ്മുടെ ഹൃദയങ്ങള് തകർക്കപ്പെടുകയും നുറുക്കപ്പെടുകയും ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? അയ്യോ, അപ്പന്റെ അടുത്തോടൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ലെന്നാണോ? അതോ അവർക്കൊരു ഫ്രീഡം ഉണ്ട്, ധൈര്യമായിട്ട് നമ്മള് റോമാലയം 8-ാം തീയതി അബ്ബാ പിതാവി എന്ന് വിളിച്ചുകൊണ്ട് സർവസ്വനാ പിതാവിനെ എടുക്ക ചെല്ലുന്ന പോലെ അപ്പാന്ന് വിളിച്ച് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്കത് പറ്റും, നമുക്കും അവരെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ അവർ കുറച്ച് വളർന്ന് പ്രായപൂർത്തിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മളോട് വിയോജിക്കുമ്പോൾ, അന്നേരം നമുക്ക് ആ നിലയിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയും. അന്നേരവും നമ്മുടെ അടുക്കിലേക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട് വരാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്വാതന്ത്ര്യം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും, അവരെ ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ജീവൻ. അപ്പൊ ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം സഹോദരന്മാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്ന് 11-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അത്രയുമല്ല 5:11, റോമർ 5:11, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പ്രശംസയെല്ലാം നാം നമ്മളിൽ തന്നെ എടുക്കത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കാരണം ഇതിന്റെ മഹത്വം നമ്മൾ തന്നെ എടുക്കും. നമ്മൾ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ, നീതിഫലങ്ങൾ താതനെ കാണിക്കാം. ശരിക്കും അതിനകത്തൊരു ഇച്ചിരി പെശകുണ്ട്. ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അല്ലെ? കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന എപ്പോഴും യഥാർത്ഥ രീതിയിൽ വരുന്നതല്ല. അതാ കർത്താവ് അടുക്കൽ അവസാനം വന്ന് കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. കർത്താവ് പിന്നെ രൂപ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, അല്ല രോഗിയായിരുന്നു, നിങ്ങൾ കാണാൻ വന്നില്ല, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചില്ല, എനിക്ക് വിശന്ന് നിങ്ങളൊന്നും തന്നില്ല. അപ്പൊ ഒരു കൂട്ടർ ചോദിക്കുന്നത്, ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ ചെയ്യാതിരുന്നത്? പക്ഷെ മറ്റേ കൂട്ടരെ കുറിച്ച് പറയുന്നത് അവർ തിരിച്ചു ചോദിക്കും, കർത്താവ് ഞങ്ങൾ എപ്പം നിനക്ക് ഇതൊക്കെ ചെയ്തു? ഞങ്ങൾ എപ്പോഴാണ് നിന്നെ ഉടുപ്പിച്ചേ? എപ്പോഴാണ് നിനക്ക് ഭക്ഷണം തന്നെ? എപ്പോഴാണ് നിനക്ക് വസ്ത്രം തന്നെ? കാരണം അവരാ നാച്ചുറലായിട്ട് ദൈവിക സ്വഭാവത്തിൽ ചെയ്തതായിട്ട് അവരെ കണക്ക് സൂക്ഷിച്ചിട്ടില്ല, തങ്ങളിൽ തന്നെ വന്നതല്ല. ദൈവത്തിൽ നിന്ന് ദൈവിക രൂപാന്തരം നമ്മളിൽ വന്നതിന്റെ അനന്തരഫലമായി നാച്ചുറലായിട്ട് വന്നൊരു ഫലം. അത് ആരെയും കാണിക്കാൻ ചെയ്തതല്ല, പ്രശംസയ്ക്കോ പുകഴ്ചയ്ക്കോ അംഗീകാരത്തിനോ ചെയ്തതല്ല, ആ ദൈവിക ജീവനിൽ നിന്ന് അവരിന്ന് വന്നതാണ്. അതുകൊണ്ട് അവർ പോലും അറിയുന്നില്ല. അവർ അന്നേരം പറഞ്ഞു, ഞങ്ങൾ എപ്പോഴാണ് എങ്ങനൊക്കെ നിന്നെ കണ്ടതും ചെയ്തതും. അപ്പൊ നമ്മളും ഈ ജീവന്റെ വഴിയെ മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്രശംസയെല്ലാം നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്നു. കാരണം ഇതെല്ലാം ആരംഭിച്ച ദൈവത്തിൽ നിന്നാണ്. ഫിലിപ്പിയർ 2 നമ്മൾ വായിക്കുന്ന, ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും ദൈവം എല്ലോ തിരുവുള്ള കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ഇച്ഛ പോലെ എവിടുന്നാ വന്നേ? പക്ഷെ പലപ്പോഴും നമ്മൾ പറയുമ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് ചെറുപ്പം തൊട്ടേ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒരുത്തം പോലും ഇല്ലെന്നാണ്, അല്ലേ? പക്ഷെ നമ്മൾ പറയുന്നത് എന്താ, എനിക്ക് അങ്ങനെ ചെറുപ്പം തൊട്ടൊരു, അപ്പൊ ശരിക്കും അത് ഇതിനകത്തെല്ലാം ഒരു വഞ്ചന ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഇച്ഛ പോലും ദൈവത്തിൽ നിന്ന് വന്നതാണ് സത്യം. ഞാനൊരു മഹാഭാവിയായിരുന്നു, ദൈവത്തെ അന്വേഷിക്കത്തക്കവണ്ണം ദൈവം തന്നെ എന്നോട് കരുണ കാണിച്ചു, അതിൽ അങ്ങനെ ഒരു ഇച്ഛ തന്നു. ഇച്ഛ മാത്രമല്ല, അത് ചെയ്യാനുള്ള ശക്തിയും കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരും തോറും നിരന്തരമായിട്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു ഫലമായത് നമ്മളിൽ തന്നെ പ്രശംസിക്കാനും നമ്മളെ തന്നെ ഉയർത്താനും മറ്റുള്ളവരെ വിധിക്കാനും ഉള്ള ഒരു മനോഭാവം. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മറ്റുള്ളവരെ വിധിക്കാനുള്ള ഒരു സ്വഭാവം. അവരുടെ നോട്ടം, നടപ്പ്, ഇരിപ്പ്, സംസാരം, അതിനെല്ലാം മാർക്കിടാനുള്ള ആദാമ്യ സന്ധയുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. നമ്മൾ ഈ പുതുക്കത്തിലേക്ക് വരുന്തോറും അവിടെയൊക്കെ ഒരു മരണം വ്യാപരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയാത്ത തരത്തിലുള്ള ഒരു ശുദ്ധീകരണ പരിസ്ഥാനം നമ്മൾ ചെയ്യുന്നു. തുടർന്ന് 12-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യനും പരന്നിരുന്നു. നമുക്കറിയാം, ആദാമിന് ദൈവം ഒരു കൽപ്പന കൊടുത്തു. ആദാം അത് ലംഘിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ്
പാപവും മരണവും ലോകത്തിൽ കടന്നു. പക്ഷെ തുടർന്നുള്ള മനുഷ്യനോടുള്ള ബന്ധത്തിൽ മോശയുടെ കാലം വരെ ദൈവം അങ്ങനത്തെ ഒരു പ്രമാണവും കൊടുത്തിട്ടില്ല. എഴുതപ്പെട്ട ഒരു പ്രമാണവും കൊടുത്തിട്ടില്ല. അതാ സത്യം. പക്ഷെ അന്ന് അവർക്കുണ്ടായിരുന്ന പ്രമാണം എന്ന് പറയുന്നത് മനസ്സാക്ഷിയായിരുന്നു. നമ്മൾ ആ പ്രാരംഭ അധ്യായത്തിൽ വായിച്ച അവരുടെ മനസ്സാക്ഷി തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവികമായ ഒരു മനസ്സാക്ഷി മനുഷ്യനുണ്ടായിരുന്നുകൊണ്ട് ആ മനസ്സാക്ഷിയെ ലംഘിക്കുന്ന എല്ലാം പാപമായിരുന്നു. ആ മനസ്സാക്ഷിക്ക് വിരോധമായിട്ട് ചെയ്യുന്നതെല്ലാം. ഇല്ല, നമുക്കറിയാം, നമുക്ക് പലപ്പോഴും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ വല്ലാണ്ട് അരിശമൊക്കെ വേണ്ടി അടി കൊടുക്കും. അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക അങ്ങനൊന്നും അടിക്കണ്ടായിരുന്നു. എന്തുകൊണ്ടാതെ? ഈ മനസ്സാക്ഷി നമ്മളോട് പറയും, നീ അടിച്ചതിലല്ല പ്രശ്നം, നീ കോപത്തോടെ അടിച്ച്, ഒരു മയമില്ലാതെ കരുണയില്ലാതെ അടിച്ച്, അത് വേണ്ടായിരുന്നു. അല്ല, നമ്മൾ സംസാരിക്കാറുണ്ട്. പിള്ളേരെ അടിക്കാനാണ് വചനം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു മനസ്സാക്ഷിക്ക് ആശയം വരുന്നതിന്റെ കാരണം നമ്മൾ ആ ദൈവിക തലത്തിൽ നിന്നല്ല അവരെ അടിച്ചത്. നമ്മുടെ സ്വന്തം കോപവും അസ്വസ്ഥയൊക്കെ തീർക്കാൻ അടിച്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കും. അതേസമയം നമ്മുടെ കോപം തീർക്കാനല്ല, അവരുടെ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ദുർമനസാക്ഷി ഉണ്ടാവത്തില്ല. അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ, മോനെ നീ അത് അർഹിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, കാരണം ദൈവം എന്നോട് പറയുന്നത് ശിക്ഷിച്ചു വളർത്താൻ, അതുകൊണ്ട് ഞാൻ ചെയ്തത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന ഒരു എരിവും ഇതിൽ നമ്മൾ ഉപദ്രവിക്കുമ്പോഴല്ല അടിക്കുമ്പോഴാണ് നമ്മുടെ മനസാക്ഷിക്ക് ആശയം വരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കത്തില്ല. അന്നത്തെ കാലഘട്ടത്തില് ആദാം മുതൽ മോശ വരെ ഒരു കൽപ്പന ഇല്ലാതിരിക്കെ തന്നെയാണ് മനുഷ്യൻ. അപ്പൊ ദൈവം നോക്കിക്കൊണ്ടായിരുന്നേ ഇവരെങ്ങോട്ടാ പോകുന്നത്. പക്ഷെ ഇവര് കൂടുതൽ 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 വഷളായതേ ഉള്ളൂ. അങ്ങനെ ഇവർ എവിടെ വരെ പോകുമെന്ന് നോക്കിയിട്ടാണ് മോശയുടെ കാലഘട്ടത്തിൽ ന്യായപ്രമാണം കൊടുത്തത്. ഈ ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോഴാണ് പാപബോധം വരാൻ തുടങ്ങി, യഥാർത്ഥത്തിലുള്ള പാപബോധം. കാരണം ഓരോ ലംഘനത്തിന് ശിക്ഷയുണ്ട്, കൽപ്പനകളുണ്ട്, അത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷയുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പരന്നിരുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. നമുക്കറിയാം, ഒരു നിയമം ഇല്ലെങ്കിൽ നിയമലംഘനം ഇല്ല. തുടർന്ന് 14 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. കർത്താവിന്റെ പ്രതിരൂപത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ മനുഷ്യൻ ആദാം, ഒടുക്കത്തെ മനുഷ്യൻ ക്രിസ്തു. അപ്പൊ ഒന്നാമത്തെ മനുഷ്യനായ ആദാമിന്റെ അല്ലെ യേശുവിന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. പാപം ചെയ്യാത്തവരെന്ന് പറയുമ്പോൾ കൽപ്പന ഇല്ലാതിരുന്ന കാലത്ത് പാപം ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവിടെയും നമുക്കറിയാം, മനസാക്ഷി കൊണ്ട് യുഗത്തിൽ ജീവിച്ചവരെ മനസാക്ഷി കൊണ്ടാണ് കുറ്റം വിധിക്കുന്നത്. അവരുടെ മനസാക്ഷിയോടുള്ള ബന്ധത്തിലാണ്. പക്ഷെ പുറമേ നോക്കുമ്പോൾ കൽപ്പനകൾ ഇല്ലായിരുന്നു, എന്നിട്ടും പാപം ചെയ്യാത്തവരും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപി ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന് കൃപയുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ആദാമിന്റെ പാപം നിമിത്തം ലംഘനത്തിന്റെ കാര്യം കൃപാവരത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും. അവിടെ കർത്താവിനെ തെളിച്ചാ പറയുന്നത് മനുഷ്യൻ. നമ്മൾ പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോലെ ഒരു ജഡത്തിൽ വന്നു, സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10-12 വയസ്സിന് 10 വയസ്സിന് മുമ്പ് ഞങ്ങളുടെ ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, സുഗോളില്. അപ്പം പുള്ളി ഇവിടുന്ന് പിന്നെ സ്ഥലമൊക്കെ മാറിപ്പോയി. കുറെ കാലത്തിന് ശേഷം വീട്ടിൽ എത്തുമ്പോൾ എന്നോട് പറഞ്ഞു, എങ്ങനെ അതിനകത്ത് ഇത് പെട്ടെന്ന് ചോദിച്ചു, യേശു മനുഷ്യനാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ എങ്ങനെ നീ എന്ന് ചാടിയെന്ന് ചോദിച്ചു. അപ്പൊ അവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ ഒരു തലത്തെക്കുറിച്ച്
ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. അവർ മനുഷ്യനാണെന്നൊക്കെ പറയുമ്പോഴും അതിന്റെ പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരാനായിട്ട് അവർ തയ്യാറില്ല. നമുക്ക് തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേ അവർ പറയുന്നത് ഇത് ദുരുപദേശമാണ്, ഇതിന്റെ പിമ്പിൽ സാത്താനാണ്. ഇതിന്റെ കാരണം എന്താ? നമുക്കറിയാം ഈ ഒരു സത്യമാണ് നമുക്ക് പ്രത്യാശ തന്നെ. നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ട് കർത്താവിനെ പാപം ചെയ്യാതെ ജീവിച്ചെങ്കിൽ നമുക്കും അങ്ങനെ ജീവിക്കാം, പാപത്തെ ജയിക്കാം, പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാം. ആ ഒരു സത്യം ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് മറച്ചാ വെച്ചിരുന്നത് ഈ കാലഘട്ടം വരെ മനുഷ്യന്റെ കണ്ണിന് മുമ്പിൽ മറച്ചാ വെച്ചിരിക്കുന്നു. അപ്പൊ സാഗ്ദാതിനെതിരായിട്ട് ഏറ്റവും അധികം ആക്രമണം ഉണ്ടാകാനുള്ള ഒരു കാര്യം ഈ ഒരു പഠിപ്പീരായിരുന്നു. അത് കേൾക്കുന്നതേ ഒത്തിരി പേർക്ക് ഭയങ്കര അസ്വസ്ഥ ഉളവാക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം ആ സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്, പാപത്തോട് പോരാടാൻ നമുക്ക് കഴിയുന്നു, പടിപടിയായി പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കഴിയത്തില്ലായിരുന്നു. ഇവിടെ പറയുന്നു 15-ാം വാക്യമാണ്, ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു, കൃപാപരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ പാപം എന്ന് പറയുമ്പോൾ ഒറ്റ പാപമേ ചെയ്തുള്ളൂ, അതാണ്. അരുതെന്ന് പറഞ്ഞ വിഷത്തിന്റെ ഫലം തിന്നു. പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിലോ നമുക്ക് പാപത്തിന്റെ ലിസ്റ്റ് എടുത്താൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചിരുന്നാൽ ലിസ്റ്റ് എടുത്ത് തീരത്തില്ല. പക്ഷെ അതിനെല്ലാം കവിയുന്ന ഒരു നീതീകരണ വിധിക്കാണ് നമ്മൾ കർത്താവിൽ ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയത്. നമ്മുടെ മുഴുവൻ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു, പൊറുക്കപ്പെട്ടു, അത് മറക്കപ്പെട്ടു. അതാ പറയുന്നത്, ഇനി ഞാൻ അവരുടെ പാപങ്ങളെ ഓർക്കത്തില്ല. അപ്പം നമുക്ക് പ്രത്യാശ തരുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും എന്നിൽ തന്നെയും മറ്റുള്ളവരിലും കണ്ടെത്തിയൊരു കാര്യം, പുറമെ ശരിയാന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ ഒരു ചെറിയ സംശയം കിടന്നു, എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടോ? എന്റെ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊരു സംശയം വരും. നമുക്കറിയാം ഈ പാപക്ഷമ എന്ന് പറയുന്നതും നീതീകരണം എന്ന് പറയുന്നതും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. പാപക്ഷമ നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിക്കുകയാണെങ്കിൽ, നീതീകരണം എന്ന് പറയുന്നതോ ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ കാണുന്നത് നമ്മൾ ഒരു പാപം പോലും ചെയ്യാത്തൊരു വ്യക്തിയായിട്ടാണെന്നുള്ളതാണ്. കർത്താവ് നോക്കുമ്പം യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കുമ്പോൾ നമ്മളെ കാണുന്നത് ഇതുവരെ ഒരു പാപം പോലും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? നമ്മളൊന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് ഉൾക്കൊള്ളുന്നിടത്താണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ള ധൈര്യം കിട്ടുന്നത്. ദൈവം ക്രിസ്തുവിലൂടെ എന്നെ നോക്കുന്നത് ക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം ധരിച്ച് ക്രിസ്തുവിനെ പോലെ നീതിമാനായിട്ട് എന്നെ കാണുന്നത്. നീതീകരണത്തിന്റെ അർത്ഥം അതാണ്. അത് നമുക്ക് ധൈര്യവും പ്രത്യാശയും ഉറപ്പും ദൈവത്തെങ്കിലേക്ക് ചെല്ലാനുള്ള സന്തോഷവും ഉളവാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ അതങ്ങോട്ട് അങ്ങനെ സ്വീകരിക്കാനായിട്ടൊരു ഇതുണ്ട്. എന്തൊക്കെയോ ഒരു തടസ്സം നമുക്ക് കാണാൻ കഴിയും. ആ തടസ്സമാണ് നമ്മളെ ക്രിസ്തീയത്തിൽ വളരാൻ അനുവദിക്കാതിരിക്കും, മുമ്പോട്ട് പോകാൻ അനുവദിക്കാതിരിക്കും. അധൈര്യം ഉള്ളവരായിട്ടും ഭയമുള്ളവരായിട്ടും നമ്മളെ നിർത്തുന്നതിന്റെ കാരണം അതാണ്. 5:1 നമ്മൾ വായിച്ച വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഏത് സമയത്തും ധൈര്യമായിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. പക്ഷെ പലപ്പോഴും നമ്മളൊന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പം കുറച്ച് നേരം പിടിക്കും, അല്ലേ? ഒന്ന് ഓർഡറായി വരാൻ. എന്തൊക്കെയോ ഒരു അകൽച്ചയും ഭയവും അസ്വസ്ഥതയും അധൈര്യവും പേടിയും, അല്ലെ? എന്തൊക്കെയോ നമ്മളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന നമുക്ക് തോന്നും. ഒരു കുഞ്ഞ് 1-2 വയസ്സുള്ള കുഞ്ഞ് അതിന്റെ അപ്പനെയോ അമ്മയോ പുറത്തു പോയിട്ട് വരുമ്പോൾ കാണുമ്പോൾ ഓടി ചെല്ലുന്ന പോലെ അത്ര ഫ്രീ ആയിട്ട് നമുക്ക് പിതാവിന്റെ സന്നിധിക്ക് ചെല്ലാൻ കഴിയുന്നുണ്ട്. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാൻ കഴിയുന്നുണ്ട്. പിന്നെ കാരണം നമ്മൾ ഈ കാര്യങ്ങള് ആ നിലയിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ ആന്നൊക്കെ പറയും തലയാട്ടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ നിലയിലൊരു ബോധ്യം നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം. നമ്മുടെ കൃഷിയത്തിൽ മുന്നോട്ട് പോകണേലെ ആ നിലയിലുള്ള ഒരു ബോധ്യം വേണം.
നമുക്ക് ധൈര്യത്തോടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ രക്തത്താള നീതീകരണത്തിന്റെ അനന്തരഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമാണ്, വിശ്വാസത്താൽ. കാരണം പിതാവ് എന്നെ കാണുന്നത് സ്വപുത്രനെ പോലെയാണ്, നീതിമാനായിട്ട് എന്നെ എണ്ണിയിരിക്കും. നമ്മളത് പാടാറുണ്ട്, നീതിമാനായി എണ്ണി എന്നെ നമ്മൾ പാടുമെങ്കിലും നമുക്കത് അങ്ങോട്ട് ആ നിലയിൽ ഉൾക്കൊള്ളാൻ പലപ്പോഴും കഴിയാറില്ല. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മൾ നിരന്തരമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് പടിപടിയായിട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് കഴിയും. 17-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ജീവനിൽ വാഴുക എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനത്തില്, സന്തോഷം, സ്വസ്ഥത, അങ്ങനത്തെ അനുഭവം നമുക്കുണ്ടോ? ഈ മരണത്തിൽ നമ്മൾ വാണം നമുക്കറിയാം. കോപവും ഈർഷ്യയും കയ്പും പകയും പിണക്കവും ദുർമോഹം കൊണ്ട് നമ്മളെ ഇങ്ങനെ അടക്കി വെച്ചിരുന്ന ഒരു അനുഭവം നമുക്കറിയാം. അതിന്റെ എതിർവശത്ത് ജീവനിൽ വാഴുന്ന, അതിന് വിരുദ്ധമായിട്ട് സമാധാനത്തില്, സന്തോഷത്തില്, ധൈര്യത്തില്, പ്രത്യാശയില്, നിരാശയില്ലാതെ, ഭയമില്ലാതെ, ഭീതിയില്ലാത്ത ഒരു ജീവിതം, അതാണ് ജീവനിൽ വാഴുക എന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങനെയൊന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഈ ദൈവനത്തിന്റെ ബോധ്യങ്ങളാണ് നമ്മളെ അങ്ങോട്ട് നയിക്കുന്നത്. തുടർന്ന് 18-ാം വാക്യം, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്ന പോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. എങ്ങനെ ശിക്ഷാവിധി വന്നോ അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ നീതീകരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവനാൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അനുസരണത്താൽ എന്നല്ല, യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ നമ്മൾ നീതിമാന്മാരായി തീരുമെന്നുള്ളത്. നമ്മൾ അനുസരിക്കണമെന്നുള്ളതല്ല, അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ പടി എന്ന് പറയുന്ന അടിസ്ഥാനം ഇതാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആദാമിൽ നമ്മൾ പാപനിമിത്തം എങ്ങനെ മരിച്ചോ അതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, നമ്മൾ ആദാമിലായതുകൊണ്ടാണ് നമ്മൾ മരിച്ചത്, ക്രിസ്തുവിലായി കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ജീവനാൽ നമ്മൾ ഈ നീതീകരണത്തിന് യോഗ്യരായി തീരുക ചെയ്യുന്നു. 20-ാം വാക്യം, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നെങ്കിലും പാപം പെരുകേണ്ടത് കൃപ അത്യന്തം വർദ്ധിച്ചു. ന്യായപ്രമാണം വന്നതോടുകൂടി പാപത്തെ കണക്കിടാൻ തുടങ്ങി, പാപബോധത്തിലേക്ക് വരാൻ തുടങ്ങി. പക്ഷെ അവിടെ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കൃപയും പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പൊ ഈ കൃപ നമ്മൾ എന്താ ചെയ്യുന്നത്? നിത്യജീവനിലേക്ക് നടത്തുന്ന ഒരു പ്രക്രിയ. റോമർ 6-ാം അധ്യായം 22-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട്, നീതിക്ക് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനാണ്. ഈ ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ തലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. പടിപടിയായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അതിന്റെ അന്ത്യത്തിൽ നിത്യജീവന് അവകാശികളായിത്തീരുന്നു. പത്രോസ് പറയുന്നത്, നിങ്ങൾ ഈ ദൈവരാജ്യത്തേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുമെന്ന്. ഇതിൽ നമ്മൾ വളരും തോറും അങ്ങനത്തെ ഒരു വിശാലതയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം പാപമാണതുപോലെ തന്നെ നാം നിത്യജീവനായി, അല്ലെ മരണമാണതുപോലെ തന്നെ നിത്യജീവനിൽ നമ്മൾ വാഴണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം സഹോദരന്മാരെ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. തിമോഥെയോസിനോട് പൗലോസ് ഇങ്ങനെ എഴുതി, നീ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ദൈവം അത് നിനക്ക് വെളിപ്പെടുത്തും. അപ്പൊ നമ്മളിത് കേട്ട് മറന്നാൽ രക്ഷയില്ല. സാത്താൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം, വിതയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ ഈ വചനം എടുത്തു കളയാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷെ നമ്മൾ ആ വചനം ഹൃദയത്തിൽ കൈക്കൊണ്ട് ആത്മാവിന്റെ നിറവിൽ ജീവിക്കുന്നിടത്ത് ഈ വചനം നമ്മളെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയും ധൈര്യത്തോടെ കർത്താവിനെ കുറിച്ച് ചെന്ന് നിരന്തരമായിട്ട് ചോദിക്കുകയും ചെയ്യാം. ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് പറയുന്നത് നല്ല ഗുണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മൾ കുറവുള്ളവരാണെന്ന് ചിന്തിക്കുന്ന നല്ല കാര്യമാണ്. നമുക്ക് ആ ആത്മാവ് എപ്പോഴും വേണ്ടി, കർത്താവ് ഞാൻ കുറവുള്ളവനാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നീ എന്നെ നയിക്കണം മുമ്പോട്ട് ഒരു പൂർണ്ണതയിലേക്ക്.
പൂർണ്ണ രക്ഷയിലേക്ക്, പൂർണ്ണ ശുദ്ധീകരണത്തിലേക്ക്, പൂർണ്ണ ധൈര്യത്തിലേക്ക്, പൂർണ്ണ പ്രത്യാശയിലേക്ക് നീ എന്നെ നടത്തണം. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് വിശപ്പുള്ളതുപോലെ തന്നെയാണ് ആത്മാവിൽ വിശപ്പുള്ളവരായിരിക്കുക, അല്ലെ ദരിദ്രരായിരിക്കുക എന്ന് പറഞ്ഞത്. എല്ലാ ദിവസവും നമുക്ക് വിശപ്പുണ്ടെങ്കിലേ നമ്മൾ എല്ലാ ദിവസവും മിനിമം 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിശപ്പുള്ളതുകൊണ്ട്. പക്ഷേ ഈ മരണാസന്നായ ഒരു മനുഷ്യന് ഭക്ഷണത്തെ കുറിച്ച് ഒരു താല്പര്യമില്ല. ഭക്ഷണം കഴിക്കാൻ പറയുന്നത് തന്നെ അവന് ബുദ്ധിമുട്ടാണ്, എനിക്ക് വേണ്ടെന്ന് പറയും. നമുക്ക് ജീവൻ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് വിശപ്പ് എന്ന് പറഞ്ഞതുപോലെ ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നത് നമ്മൾ ആത്മീയമായിട്ട് ജീവനിൽ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം, നാം ആത്മീയമായിട്ട് ജീവനിൽ നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. എപ്പം നമ്മൾ സമ്പന്നനാണെന്ന് തോന്നുന്നോ അവിടെ എല്ലാം തീർന്നു. വെളിപ്പാട് 3:17 ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നിടത്ത് നമ്മുടെ തീർന്നു. പക്ഷെ ഈ ദരിദ്രാവതയാണ് ദൈവം നിറയ്ക്കുന്ന ഒരു കാര്യം. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയും. അപ്പൊ നമുക്ക് എപ്പോഴും ഞാൻ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു ബോധ്യം നല്ലതാണ്. എനിക്കിനി ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്, വളരാനുണ്ട്, ശുദ്ധീകരണം പ്രാപിക്കാനുണ്ട്. നമ്മൾ അങ്ങനെ തന്നെയാണ്, അതാണ് സത്യം. ആ ഒരു ബോധ്യം നമുക്കുള്ളത് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് ദൈവജനത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം, സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ചിന്തിക്കാം. അങ്ങനെ ദൈവിക വെളിപ്പാടുകളിലൂടെ ലഭിക്കുന്ന ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. എന്നിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വപിതാവേ, നന്ദിയോടെ അടിയങ്ങളെ സ്തുതിക്കുന്നു. ഇവിടുത്തെ പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ ഉള്ളിൽ ശക്തിയോടെ പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഴുശൂന്യമായിരുന്ന ഭൂമിയുടെയും സമുദ്രത്തിന്റെയും മേലെ പരിവർത്തിച്ച അവിടുത്തെ ആത്മാവ് ഇരുട്ടും അവിശ്വാസമുള്ള അടിയുള്ള ഹൃദയങ്ങളിൽ ശക്തിയോടെ പരിവർത്തിച്ച് ദൈവജനത്തിലൂടെ ജീവന്റെ പുതുക്കത്തിലേക്ക് അടികളെ നടത്തണമെന്ന് നിങ്ങളുടെ അടികൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവ്.